ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ബബിതേനെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കാണ്. നീ ഉറങ്ങ് ചേച്ചി, ഞാൻ ഉറങ്ങുന്നവരെ ചേച്ചി ഫോൺ വയ്ക്കല്ലേ എന്ന് ബബിത പറയുന്നുണ്ട്. ശരി എന്ന് അലീനയും പറയാണ്. അങ്ങനെ ബബിത ഉറങ്ങുന്നവരെ നമ്മുടെ അലീന ഫോൺ ചെവിയിൽ തന്നെ വെച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അലീന ബബിത ഉറങ്ങിന്ന് മനസ്സിലാകുമ്പോഴാണ് ഫോൺ കട്ടാക്കുന്നത്. അങ്ങനെ രാവിലെ ആവുമ്പോൾ തന്നെ അലീന എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ വല്യപ്പച്ചൻ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ല മോളെ, നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? നീ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ? അത് പിന്നെ നിന്നെ കണ്ടാലറിയാം നീ ശരിക്കും ഉറങ്ങിയില്ലെന്ന്. എന്തു പറ്റി മോളെ? ഇവിടുത്തെ ഉറക്കമൊന്നും മോൾക്ക് ശരിയാവുന്നില്ലേ? മോൾ വാ, പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി നടത്താണ്. എന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഇന്നലെ എന്റെ അനിയത്തി വിളിച്ചിരുന്നു. ആ, ബബിത അല്ലേ? ആ അതെ. ആ, വല്യപ്പച്ച പേരൊക്കെ പഠിച്ചല്ലോ. ആ, നീ അവരെ കുറിച്ചാണല്ലോ കൂടുതൽ എന്നോട് പറയണത്. അല്ല, ഇന്നലെ ആ കുട്ടി വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഓ, ഇന്നലെയും അച്ഛനും അമ്മയും തമ്മിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞതൊക്കെയാ കേട്ടത് അമ്മ. അവൾ ആകെ വിഷമത്തില. പാവം എന്റെ കൂടപ്പിറവുകളൊക്കെ ആകെ വിഷമിച്ചിരിക്കുക വല്യപ്പച്ച. മോളെ, അതിനിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലരുടെ ജീവിതം അങ്ങനെയാ മോളെ. എത്രയൊക്കെ നമ്മൾ സമാധാനിപ്പിക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നോക്കിയാലും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു കാലത്തും മാറില്ല മോളെ. പരിഹരിക്കാൻ പോയ നമ്മുടെ സമയം വെറുതെ പോകാന്ന് മാത്രമേ ഉള്ളൂ. മോളിപ്പ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കേട്ടോ. അതൊക്കെ ഒരു സമയമാകുമ്പോ ഓക്കെ ആയിക്കോളും. ഇത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട്, എനിക്കങ്ങനെ വിചാരിക്കാൻ പറ്റും വല്യപ്പച്ച. എന്റെ കൂടപ്പിറപ്പുകളല്ലേ അവരവിടെ സങ്കടത്തോടെ ഇരിക്കുമ്പോ എനിക്കിവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെയും ഇരിക്കാൻ പറ്റും എന്നൊക്കെ പറയാണ്. അത് കേൾക്കുന്ന വല്യപ്പച്ച പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മോളെ. പക്ഷെ എന്ത് ചെയ്യണം? നമുക്കിവിടെ നിന്ന് ഓരോന്ന് ചെയ്യാനല്ലേ പറ്റുള്ളൂ, സംസാരിക്കാനേ പറ്റുള്ളൂ. എന്താ മോൾക്കിപ്പോ അവിടെ പോണോന്നൊക്കെ ഉണ്ടോ? അവർക്ക് എന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് മോളെ. നീ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിയട്ടെ. നിന്നെ പതുക്കെ ലാലിച്ചനോട് ഞാൻ പറഞ്ഞിട്ട് നിന്നെ അവിടെ കൊണ്ടേ ആക്കാൻ വേണ്ടി പറയാം. എന്താ അതുപോലെ? മതി എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അലീന വളരെ വിഷമത്തിൽ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഇനി നീ എന്താ ആലോചിക്കുന്നത്? അല്ല, മുമ്പ് ഓർഫിനേജിലായിരുന്നു നിൽക്കുന്ന സമയത്തെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് അച്ഛനെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അച്ഛൻ എവിടെയായിരിക്കും, അമ്മ എവിടെയായിരിക്കും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ഞാനും രേവതിക്കുട്ടിയൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ബ്രിജിത മമ്മി ഞങ്ങളുടെ അടുത്തേക്ക് വരും. ഞങ്ങൾ കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും ബ്രിജിത മമ്മിക്ക് കാര്യം മനസ്സിലാവും നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ബ്രിജിത മമ്മി സ്നേഹത്തോടെ എന്നോട് പറയാറുണ്ട്, ഞങ്ങളുടെ അച്ഛന് കർത്താവ് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അതായത് ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് തരുമായിരുന്നു ബ്രിജിത മമ്മി. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് തണുപ്പും ഒരു സുഖവും ഒക്കെയാണ്. ഇപ്പോ എൻ്റെ അച്ഛൻ ശരിക്കും റിയൽ ആയിട്ടുള്ള അച്ഛൻ എൻ്റെ കൂടെയുണ്ട്, അമ്മ കൂടെ തന്നെയുണ്ട്. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസ്ഥയും ഒരു സാഹചര്യവും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഞാൻ മാറി മാറി നിൽക്കണം. അമ്മയുടെ ഭർത്താവ്, കുട്ടികളുടെ വേറെ കൂടപ്പിറപ്പുകൾ അവരെയൊക്കെ ഞാൻ കണ്ടു. ഇനി അച്ഛൻ്റെ ഭാര്യ, അത് പപ്പയുടെ ഭാര്യ, പപ്പയുടെ മക്കള്, അവരെയും കൂടി കാണണം. സത്യം പറഞ്ഞാൽ ഞാൻ ഭാഗ്യവതിയാണല്ലേ, എനിക്ക് എത്ര കൂടപ്പിറപ്പുകളാ എന്ന് പറയുമ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ ചിരിക്കുക കേട്ടോ. നീ ഇങ്ങോട്ട് വാ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിച്ചിങ്ങനെ നടക്കുകയാണ്. അലീനയൊക്കെ ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. അലീനെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ കുട്ടി നടക്കണേ കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ചേട്ടന്മാരിങ്ങനെ മൂലക്ക് മാറി നിൽക്കുകയാണ്. ആ, കൊള്ളാലോ, നമ്മുടെ ഇത്ര പെട്ടെന്ന് നമ്മുടെ ആശാൻ അവള് കയ്യിലെടുത്തത് കണ്ടില്ലേ? അവള് വലിയൊരു മന്ത്രവാദി തന്നെ. എന്തൊക്കെയാണ് അവിടുത്തെ പട്ടികളെയും അതുപോലെ തന്നെ അവരുടെ ഒതുക്കുട്ടി അച്ഛനെയൊക്കെ എത്ര പെട്ടെന്ന് അവള് കയ്യിലെടുത്തത് നോക്കിക്കേ. അവള് നിസ്സാരക്കാരിയല്ല എന്ന് ആ ചേട്ടന്മാരിങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. അതിനുശേഷം അലീന അകത്ത് കയറി പോകുന്നുണ്ട്. നമ്മുടെ അവധുക്കുട്ടിയാണെങ്കിൽ ലാലിച്ചനോട് പറയണ്ടേ, എടാ ലാലിച്ച, നോക്ക്, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. നീ ഇന്നലെ കുടിച്ച പോലെ ഇനി ഓവറായിട്ടൊന്നും കുടിക്കല്ലേ. നിന്നെ കാത്ത് ഒരു പെൺകുട്ടി ഇവിടെയുണ്ട്. നിനക്ക് അത് എപ്പോഴും ഓർമ്മ വേണം. നിനക്കെതിരെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആരുണ്ടടാ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ലാലിച്ചനൊന്നും മിണ്ടുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൾക്ക് ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. അവൾക്ക് സ്വത്തുക്കളോ പണമോ ഒന്നുമില്ല. നിന്റെ മറ്റു മക്കളെ പോലെ അല്ല അലീന. എനിക്കറിയാം അപ്പച്ച, ഞാൻ എല്ലാത്തിനും ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്? അപ്പച്ച, ഈ കാണുന്ന എസ്റ്റേറ്റ്, ഇവിടുത്തെ പറമ്പ്, ഇവിടുത്തെ എന്റെ സ്വത്തുവകകൾ എല്ലാം അലീനക്ക് സ്വന്തമാണ് എന്ന് നമ്മുടെ ലാലിച്ചൻ പറയാട്ടോ.
ലാലിച്ച ഞാൻ സ്വത്തിന്റെ കാര്യമൊക്കെയാണോ നിന്നോട് പറഞ്ഞത്? ദേ അവൾക്കൊരു സംരക്ഷണമാണ് വേണ്ടത്. ആ ബാലചന്ദ്രൻ നിന്റെ കൈകളിലേക്ക് അലീലിനെ ആക്കിയപ്പോ അവർക്ക് സ്വത്തും കാര്യങ്ങളും കൊടുക്കണോന്നാണോ ആ ബാലചന്ദ്രൻ പറഞ്ഞത്? അല്ലല്ലോ. ഒരു പപ്പയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ട്, അതൊക്കെ നീ കൊടുക്കണോന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അത് മാത്രല്ല, ഇപ്പൊ സ്വത്തുക്കളൊക്കെ നീ കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുക്കോടാ എന്റെ ചിന്നമ്മക്ക്. എന്റെ കയ്യിലുള്ള സ്വത്തുക്കളും പണമൊക്കെ അത് ചിന്നമ്മയുടെ പേരിൽ എഴുതാൻ എനിക്കൊരു കുഴപ്പമില്ല. നീ നോക്കിക്കോ, ഞാൻ എന്റെ വക ഞാൻ അവൾക്ക് നല്ല രീതിയിൽ തന്നെ സ്വത്തും കാര്യങ്ങളും കൊടുക്കും. നിന്റെ വക നീ കൊടുക്കുമെന്നറിയാം. അതുപോലെ തന്നെ ആ ബാലചന്ദ്രന്റെ വക ബാലചന്ദ്രൻ കൊടുക്കും. എടാ അവൾക്ക് സ്വർണത്തിനോ പണത്തിനോ പൊന്നിനോടോ ഒരു ആഗ്രഹമില്ലാത്ത പെൺകുട്ടിയാണ്. പിന്നെ അവൾക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? ഇത്രയും വർഷം അവൾക്ക് കിട്ടാതിരുന്ന ഒരു പരിഗണനയുണ്ട്. അതാണ് നിന്നിൽ നിന്ന് അവൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നീ കുടിച്ചും വെള്ളമടിച്ചും നിന്റെ ജീവിതവും ജീവനൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്കല്ലട നഷ്ടം സംഭവിക്കുന്നത്. നിന്റെ ബാക്കി മക്കൾക്കൊക്കെ നിന്റെ സ്നേഹം ആവോളം കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടണമുണ്ട് വല്ലപ്പോഴൊക്കെ ആണെങ്കിലും. പക്ഷെ ഈ മകൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇവളിവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നീ അവളെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എടാ അവൾ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ്. എടാ ഒന്നുമില്ലാത്തിടത്ത് വന്നൊരു പെൺകുട്ടിയാണ് അലീന. നീ അതെപ്പോഴും മനസ്സിൽ ആലോചിക്കണം. ഒരു ഓർഫണേജിൽ നിന്ന്, ഒരു അനാഥാലയത്തിൽ നിന്ന്, അവിടുത്തെ പിള്ളേരുടെ ഒരു അന്തരീക്ഷം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അവൾക്ക് സ്നേഹവും പരിഗണനയും നീ ആവോളം കൊടുക്കണം എന്നൊക്കെ പറയാണ്. അതൊക്കെ നമ്മുടെ ലാലിച്ചനെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ശരി, ഞാൻ അതിന് വേണ്ടി ശ്രമിക്കാം എന്നൊക്കെ ലാലിച്ചൻ പറയാണ്. അങ്ങനെ ലാലിച്ചൻ നേരത്തെ തന്നെ അവിടുത്തെ സ്വത്തുവകകളൊക്കെ അലിന്റെ പേരിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഔതുക്കുട്ടിയും വിട്ടുകൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള നല്ലൊരു പങ്കും അലീനൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാലചന്ദ്രനോടാണെന്നുണ്ടെങ്കിൽ വൈജയന്തി പറയണ്ട, ഞാനേ ജോലിക്ക് പോവാൻ വേണ്ടി പോകുവാണ്, നീ എവിടെ വേണമെങ്കിലും പോ, അതിന് നീ എന്നോട് എന്തിനാ പറയണത്? അതെ, നിങ്ങളല്ലേ എന്റെ ഭർത്താവ്. ഞാൻ വൈജയന്തി ബാലചന്ദ്രൻ തന്നെയല്ലേ ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് പറയണ്ടേ? നീ എവിടെ പോയാലും എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. അതെ, കണക്കെടുക്കാൻ നിന്ന നിനക്ക് എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല വൈജയ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വണ്ടി എടുത്തോണ്ട് പോവാണ്. വൈജയന്തി വിചാരിക്കണത് ബാലചന്ദ്രൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്ടോ. പക്ഷെ ബാലചന്ദ്രൻ കൊണ്ടുപോയില്ല. വേഗം തന്നെ കൃഷ്ണമോള് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. അച്ഛന് ഓക്കെ അല്ലേ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മോൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓക്കെ അല്ലെന്ന്? ഞാൻ ഓക്കെ ആണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ പറ, ഞാൻ ഓക്കെ ആണോ? എന്റെ മോള് പറ. അച്ഛനും ഓക്കെയാണ്. പിന്നെന്തിനാ പേടിക്കണത്? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ 3 മക്കളും എന്റെ കൂടെയുണ്ട്. പിന്നെ അലീന, അവൾ എന്റെ കൂടെ ഇല്ലെങ്കിലും എന്റെ കൂടെ ഉള്ള പോലെ തന്നെയാണ്. ഇതിൽ കൂടെ ഇതിന് സമ്പാദ്യം വേറൊരാൾക്ക് എന്ത് വേണം? സ്വന്തം മക്കളാണ് അച്ഛനമ്മമാരുടെ സമ്പാദ്യം എന്നത് മോള് കേട്ടിട്ടുണ്ടോ? അതെ, ആ സമ്പാദ്യം എനിക്ക് ആവോളം ഉണ്ട്. എനിക്കൊരു വിഷമവും ഇല്ല, ടെൻഷനും ഇല്ല. മുമ്പ് എനിക്ക് കുറച്ച് വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അച്ഛൻ ഹാപ്പിയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ജോലിക്ക് പോവാട്ടോ. അങ്ങനെ കൃഷ്ണമോൾക്കും സമാധാനമൊക്കെ ആവുന്നുണ്ട്. കൃഷ്ണമോളുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ വൈജയന്തിക്ക് ഒരു ആഗ്രഹം, അലീന എവിടെയാ പോയത്? അലീന അവിടെ വീട്ടുപണിക്കാണോ പോയത്? അവിടുത്തെ മുതലാളിച്ചയായിട്ടാണോ നിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ചെറിയ രീതിയിലൊക്കെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് നമ്മുടെ വൈജയതിനെ കുറിച്ച്. പക്ഷെ കൃഷ്ണമോള് ഒട്ടും വിട്ടു പറയുന്നില്ല കേട്ടോ. കാരണം അലീന അവിടെ കഷ്ടപ്പെടുന്നെന്ന് അറിയുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതിനെ വേണ്ടിയാണ് വൈജയന്തി ഓരോന്ന് ചോദിക്കണത്. പക്ഷെ കൃഷ്ണമോള് ഒന്നും വിട്ടു പറയില്ല. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. നമുക്ക് നല്ല നല്ല ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.